പുള്ളി പറഞ്ഞിപ്പോൾ ആവശ്യം നിങ്ങൾക്ക് എന്താണ്? ഞാൻ പറഞ്ഞു സാർ അതിൽ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ CBI അന്വേഷണം തന്നെ വേണം. പുള്ളി അത് വായിച്ച് നോക്കി ഒരു 5 മിനിറ്റ് എല്ലാം വായിച്ച് നോക്കിയിട്ട് എന്നോടിപ്പോൾ ഒരു ഉറപ്പ് പറഞ്ഞു, ഓക്കെ CBI അന്വേഷണം വേണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് CBI അന്വേഷണത്തിന് വിടാം. പുള്ളി അത് നോക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല. പുള്ളി എന്നോട് ഉറപ്പ് പറഞ്ഞു CBI അന്വേഷണം തന്നെ വിടാം എന്ന് പറഞ്ഞു. പുള്ളി അത് എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന് എനിക്കറിയില്ല. എന്നോട് ഉറപ്പ് പറഞ്ഞു. ഇപ്പോൾ ഉറപ്പ് പറഞ്ഞേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് ആയോളൂ പോയിട്ട് ഞാൻ ഇപ്പോൾ ഇറങ്ങി തിരിച്ച് വന്നിട്ട്. വിശ്വാസമുണ്ടോ? എനിക്ക് ഇപ്പം CM അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം പറയുമായിരിക്കും നോക്കട്ടെ, ഞാൻ പഠിക്കട്ടെ എന്നൊക്കെ പറയുമായിരിക്കും. അങ്ങനെയല്ല പറഞ്ഞത്. ഓക്കെ CBI അന്വേഷണം വേണോ, ഞാൻ ഉടൻ തന്നെ നമുക്ക് പരിശോധിക്കാമെന്നല്ല, CBI അന്വേഷണം ചെയ്യാം എന്ന് ഉറപ്പ് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല, ചെയ്യുമോ ഇല്ലയെന്നറിയില്ല. പക്ഷേ എന്നോട് നേരിട്ട് ഉറപ്പ് പറഞ്ഞതാ CBI അന്വേഷണത്തിന് വിടാം, അല്ല നോക്കട്ടെ ചെയ്യട്ടെ എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നോട്. മറ്റെന്തെങ്കിലും പറഞ്ഞോ സിദ്ധാർത്ഥിനെ നേരിട്ട ഈ ഒരു വിഷയം? ഇല്ല, വേറെ ഒന്നും പറഞ്ഞില്ല. അവന് നേരിട്ട കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. സിദ്ധാർത്ഥിന് ഇന്ന കാര്യങ്ങളുണ്ടായി. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ഞാൻ നോക്കട്ടെ, നോക്കട്ടെ, പേപ്പർ നോക്കി, അത്ര മാത്രമേ നോക്കിയുള്ളൂ. അല്ല അവിടെ ഇതുവരെയ്ക്കുള്ള പ്രോഗ്രസ് എന്താണ്, ഏത് അന്വേഷണം എങ്ങനെയായി, അതൊന്നും എന്നോട് ചോദിച്ചില്ല. അത് ഞാൻ വിശദീകരിച്ചുമില്ല, എന്നോട് ചോദിക്കാത്തതുകൊണ്ട്. ഇല്ല, അത് ഞാൻ മുഖ്യമന്ത്രിയുടെ അതൊന്നും പറഞ്ഞിട്ടില്ല. അത് മുഖ്യമന്ത്രി ചോദിച്ചിട്ടില്ല. കേസിൻ്റെ വിശദീകരണവും ചോദിച്ചില്ല, ഞാനത് പറഞ്ഞുമില്ല. എൻ്റെ ഒരു ആവശ്യം ഞാൻ ആദ്യമേ പറഞ്ഞു, സാർ ഒരു CBI അന്വേഷണം വേണം. കാര്യം അവന് മരിച്ചതല്ല, കൊന്നതാണെന്ന് ഞാൻ തുറന്നു പറഞ്ഞു. അതുപോലെ അതൊന്ന് വായിച്ച് നോക്കിയിട്ട് എന്നോട് ഉറപ്പാണ് പറഞ്ഞത്, അല്ല നോക്കട്ടെ എന്ന് പറഞ്ഞില്ല. ഓക്കെ ഞാൻ CBI അന്വേഷണം വേണമെങ്കിൽ CBI അന്വേഷണം തന്നെ ചെയ്യാം, ഒരു കുഴപ്പമില്ല എന്നോട് പറഞ്ഞു വിട്ടോളാം. അതിൻ്റെ ഇപ്പോൾ ഞാൻ CBI അന്വേഷണം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. CBI അന്വേഷണം വരുമ്പോഴേ വേണമെങ്കിൽ ആ ഡീനിൻ്റെയും കാര്യങ്ങളും എല്ലാം ഞാൻ തുറന്നു പറയും. അത് പോരാത്തതിന് ഇതിൻ്റെ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഞാൻ ഉദ്യോഗസ്ഥൻ്റെ കൂടെ പറഞ്ഞ ഈ ഡീനിൻ്റെയും അസിസ്റ്റൻറ്റ് വാർഡൻ അവരെല്ലായിടത്തും ഞാൻ പറഞ്ഞു അവരെക്കുറിച്ചുള്ള ആരോപണമല്ല, അവരെക്കുറിച്ചുള്ള തെറ്റി അവരെന്താണായാലും മറച്ചു വെച്ചത്, അവരെ പ്രതി ചേർക്കണം, അവർ കൊലക്കുറ്റത്തിന് പ്രതി ചേർക്കണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള വ്യക്തമായ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അവിടുത്തെ കിട്ടിയ സുഹൃത്തുക്കളെന്നുള്ള തെളിവുണ്ട്, പിന്നെ ബാക്കി എല്ലാ തെളിവുമുണ്ട് അവർക്കെതിരായി. പിന്നെ ഇന്ന് ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ ഒരു റിപ്പോർട്ട് ഞാൻ നിങ്ങളെ കണ്ടെന്ന് വിചാരിക്കുന്നു. ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അതാരും കണ്ടുപിടിച്ചതല്ല, വേറെ ആരും കണ്ടുപിടിച്ചതല്ല. ഡൽഹിയിലുള്ള ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടുപിടിച്ചിട്ട് ഡീനിന് കൊടുത്ത റിപ്പോർട്ടാണ്. ആരൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഒരു പ്രതിയും കൂടെ അതിൽ വന്നിട്ടുണ്ട്. ആ പ്രതി ഇതുവരെയും പോലീസ് കണ്ടുപിടിച്ചിട്ടില്ല. അവൻ്റെ കൂട്ടുകാരനെ എൻ്റെ വീട്ടിൽ വന്ന് അവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ആഹാരമായി കഴിച്ചിട്ട് പോയ ദേവരാഗ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, അവൻ്റെ പേര് ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്, ഇന്ന് ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൽ. അത് പോലീസ് റിപ്പോർട്ട് ഇതുവരെയ്ക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒരു സംശയമുണ്ട്, ആരൊക്കെയോ ഇതിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വന്നിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഡീനിനെതിരെയും കാന്തനാഥിനെതിരെയും അസിസ്റ്റൻറ്റ് വാർഡൻ കൊലക്കുറ്റത്തിന് തന്നെ അവർക്ക് കേസെടുക്കണം. മാത്രമല്ല ഈ സസ്പെൻഷനിലായി നിന്നിട്ട് കാര്യമില്ല, അവരെ സർവീസിൽ നിന്ന് മാറ്റിയിട്ട് അവരെ ഡിസ്മിസലാക്കി മാറ്റി നിർത്തി കേസ് അന്വേഷിക്കണം. അത് പോരാത്തതിന് 2019 മുതൽ ഇങ്ങോട്ടുള്ള ഏകദേശം 5-6 വർഷത്തിൽ അവിടെ ഒരുപാട് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്, ഒരുപാട് അപകടം നടന്നിട്ടുണ്ട്, മരണം നടന്നിട്ടുണ്ട് ആ കോളേജിൽ. പറ്റുമെങ്കിൽ അത് ആരാണ് അന്വേഷിക്കണമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ UGC അന്വേഷിക്കണം, ചിലപ്പോൾ പോലീസ് അന്വേഷിക്കുമായിരിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അന്വേഷിക്കുമായിരിക്കും. അതെല്ലാം അന്വേഷിക്കണം. ഒരു 5-6 വർഷത്തിന് ഇങ്ങോട്ട് അവിടെ ഏതൊക്കെ മരണങ്ങൾ നടന്നിട്ടുണ്ട്, ആത്മഹത്യയും അപകടവും, അതെല്ലാം അന്വേഷിക്കണം. അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ആ കോളേജിന് ഇപ്പോൾ തുറന്ന് പ്രവർത്തിച്ചാൽ മതി. അത് അന്വേഷിക്കണം. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, അങ്ങനെയാണ് ഞാൻ എൻ്റെ വികാരവും പറയുന്നത്. അതിനുള്ള നിയമവശം എനിക്കറിയില്ല. കോളേജിൽ ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ തുറക്കുന്നു എന്ന് പറഞ്ഞു. തിങ്കളാഴ്ച മുതൽ അങ്ങനെ തുറക്കണ്ട, ഇതിനൊരു തീരുമാനമായിട്ട് അറിഞ്ഞിട്ട് തുറന്നാൽ മതി. ഇത്രയും പേര് വന്നല്ലോ പ്രതിയിൽ. ഡീന് വന്നു, കാന്തനാഥൻ വന്നു, എല്ലാവരും വന്നു. അവരെ കൊലക്കുറ്റത്തിന് ചേർക്കട്ടെ, 302 വകുപ്പ് ചേർത്ത് കൊണ്ടുപോയിട്ട് തുറക്കണോ വേണ്ടെന്നുള്ള കാര്യം അവർ ആലോചിച്ചാൽ മതി.